സാറേ, ഇപ്പോൾ ഈ കിഫ്ബിയിൽ ആശ്വാസം ഇ ഡിയുടെ നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുന്ന ഹൈക്കോടതി. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിനൊക്കെ ഒരു കോടതി ഇടപെടൽ ആശ്വാസം അല്ലേ? അതെ. ഉം, ഏതാണ്ട് 5 വർഷമായിട്ട് നടന്നു വരുന്ന ഇ ഡിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഔപചാരികമായി അവസാനിപ്പിച്ച് അവർ നമുക്ക് വിശദീകരണത്തിന് നോട്ടീസ് അയച്ചു. ഇപ്പം ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റർ മുൻപാകെ വിശദീകരണം നൽകണമെന്നുള്ളതാണ്. പക്ഷെ അതിൽ പറയുന്ന കുറ്റങ്ങളല്ല, അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാം എന്ന് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ അംഗീകാരത്തോടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത ഒരാക്ഷേപമാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പം 3 പേർക്കെതിരായിട്ടാണ് സമൻസ് ഷോക്കോസ് നോട്ടീസ് തന്നത്. അപ്പം അതിലേക്ക് കിഫ്ബിയുടെ CEO എബ്രഹാം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തു. സമാനമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ അങ്ങൾക്കെതിരായിട്ടും. അപ്പം അത് വെച്ച് അവസാനിപ്പിക്കാം. ED അപ്പീലിന് പോകുന്നു ഡിവിഷൻ ബെഞ്ചിന്. അപ്പോൾ മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രിയും സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി. ഇനി ED ഡിവിഷൻ ബെഞ്ചിൽ ചെല്ലട്ടെ, ബെഞ്ച് എൻ്റെ മെറിറ്റ് പരിശോധിക്കട്ടെ. എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ? ലക്ഷ്യം ഞാനൊന്നുമല്ല, എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ഇതിൽ വലിച്ചിറക്കാൻ പറ്റുമെന്നാണ് നോക്കണേ. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ കിഫ്ബി വിഷയം ഇങ്ങനെ സജീവമാക്കി നിലനിർത്തുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നിർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പക്ഷെ അതിന് കോടതിയിൽ നിന്ന് തന്നെ മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ തോമസ് ഐസക്കിനും ഈ പറയുന്ന കിഫ്ബി സിഒയ്ക്കും എല്ലാം കോടതിയുടെ ഒരു പരാമർശം അല്ലെങ്കിൽ കോടതിയുടെ ആ ഒരു ഇടപെടൽ ആശ്വാസകരമാണ് അല്ലേ? നിശ്ചയമായിട്ടും. യഥാർത്ഥത്തിൽ ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ അവകാശങ്ങൾ പരിപൂർണമായ സംരക്ഷണം കോടതി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നു. കോടതി തന്നെ ചോദിച്ചു, എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ, എന്തിനു വേണ്ടി എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്ത് ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്നുള്ള ചാർജ് എന്താ, എന്തിനെക്കുറിച്ചാണ് ഷോക്കോസ് നോട്ടീസ്? മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഈ ED പറയുന്നതൊക്കെ 2 കൈയും പൊക്കി ഞങ്ങൾ പറയണു ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അതിലൊരു തെറ്റുമില്ല, ചെയ്യാൻ അവകാശമുള്ളതാണ്. അപ്പോൾ കോടതി പരിശോധിക്കും. അല്ലാതെ വേറെ എന്ത് ലക്ഷ്യം ഉണ്ടാവാനാ? തികഞ്ഞ രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് വിവാദമായ ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫൈൻഡിങ്സ്? ഇല്ല, നാളെ ജില്ലാ കമ്മിറ്റി നാളെയല്ലേ. അപ്പോൾ അതൊക്കെ ജില്ലാ കമ്മിറ്റി, ഇവിടെ ജില്ല തീരുമാനമൊന്നും എടുക്കത്തില്ല. ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചയെല്ലാം ഈ മാസം തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അവിടെ ആയിരിക്കും തീരുമാനങ്ങളൊക്കെ. നേതൃത്വത്തിനെ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ജില്ലയിലെ വിഷയം. അതെ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തിരുവനന്തപുരത്തായിരിക്കും തീരുമാനിക്കും. അതൊക്കെ അതിൻ്റെ വഴിക്ക് കിടന്നോട്ടെ, ഓരോരുത്തരുടെയും അവകാശമാണ്. ഇല്ല, ഇത് മതപരമായിട്ടുള്ള ഇങ്ങനെ ചിഹ്നങ്ങൾ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നുണ്ട്. ഇവിടെ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എൻ്റെ വഴിക്ക് നിയമം നോക്കട്ടെ, നിയമം പരിശോധന നടത്തട്ടെ.